ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2022 ചാപ്റ്റർ 6 കോർഡിനേറ്റ് സൂചകസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, ഇൻ ദ ഫിഗർ OAPB ഇസ് എ റെക്ടാങ്കിൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും OAPB അതൊരു റെക്ടാങ്കിൾ ആണ്. ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് P75 അത് തന്നിട്ടുണ്ട്. OAPB എന്ന് പറയുന്ന ഒരു ചതുരാണ്. പിയുടെ സൂചകസംഖ്യ 7 5 റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് എയുടെ സൂചകസംഖ്യകൾ നോക്കുക. ഈ പിയുടെ അവിടെ നിന്ന് നേരെ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ അവിടെയാണ് എക്സ് വരുന്നത്. ആ എക്സ് ആണ് 7. അപ്പോൾ എയുടെ എക്സും എന്താണ് 7 ആണ്. വൈ ഇവിടെ നിന്ന് നേരെ വൈ ആക്സിസിലോട്ട് നോക്കുക, അത് ഒറിജിൻ ആണ്, അത് 0. അപ്പോൾ 7 0. ഇനി അതായത് കോർഡിനേറ്റ് ഓഫ് ബിയുടെ സൂചകസംഖ്യ ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിയാൽ അവിടുത്തെ എക്സ് 0 ആണ്. വൈ ഇവിടുന്ന് നേരെ ഈ ലൈനിൽ എവിടെയെങ്കിലും ഒരു വൈ തന്നിട്ടുണ്ടോ? ഇവിടെ 5, അപ്പോൾ 0 5. സിമ്പിൾ അല്ലേ? 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, AB is a diameter of the circle with the center C. സി എന്ന് പറയുന്ന സെൻറ്റർ ഉള്ള സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് AB. ബിയുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 8 0 ആണ്. P 04 ആണ്. അത് സർക്കിളിലുള്ള പോയിന്റ് ആണ്. സി കേന്ദ്രമായ വൃത്തത്തിൻ്റെ വ്യാസമാണ് AB. ബിയും പിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് OA. OAയുടെ നീളം കാണണം. നോക്കിയാൽ മക്കളെ, നമുക്ക് ഇത് ഒറിജിൻ അല്ലേ, O എന്ന് പറയുന്നത്. ഈ ഒറിജിനിൽ നിന്നും ബിയിലോട്ടുള്ള അകലം അത് 8 അല്ലേ. ഇവിടെ നിന്ന് പിയിലോട്ടുള്ള അകലം അത് 4 അല്ലേ. ഇനിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം കണ്ടാൽ മതി. നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഡയമീറ്റർ, അതിനൊരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കോഡ് വന്നു കഴിഞ്ഞാൽ ABCP ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു എന്താണ്? PC സ്ക്വയർ ആണ്. ഇനി ഞാൻ ഇതിനെ ഈ ചിത്രത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. PAയുടെ സ്ഥാനത്ത് ആരാ? OB ആണ്. അപ്പോൾ OB സ്ക്വയർ ഇൻറ്റു PB എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം അതാരാ? OA. അപ്പോൾ OA സ്ക്വയർ ഇസ് ഈക്വൽ ടു PCയുടെ സ്ഥാനത്ത് ആരാ? OP. അപ്പോൾ OP സ്ക്വയർ എന്ന് വരും. ഓക്കെ, OP 4 ആണ്, OB 8 ആണ്. OA ഇൻറ്റു OB, സോറി സ്ക്വയർ ഇല്ല കേട്ടോ, പോയി. PA ഇൻറ്റു BB ഈക്വൽ ടു PC സ്ക്വയർ ആണ്. ഞാനിവിടെ എഴുതിയപ്പോൾ സ്ക്വയർ എഴുതി രണ്ടാമത്തേലല്ലേ, മുകളിലെ സ്ക്വയർ ഇട്ടിട്ടില്ലല്ലോ. PA ഇൻറ്റു BB ഈക്വൽ ടു PC സ്ക്വയർ. അപ്പോൾ OB ഇൻറ്റു OA ഈക്വൽ ടു OP സ്ക്വയർ. ഇനി OA എന്ന് പറയുന്നത് നമുക്കറിയില്ല, അത് OA തന്നെ എഴുതി. OB 8 ആണ്, OP 4 ആണ്. ഓക്കെ, അപ്പോൾ 8 ഈക്വൽ ടു 16ൻ്റെ സ്ക്വയർ വരും. ഇനി ആ 8നെ പുറത്ത് കൊടുത്താൽ മതി. അപ്പോൾ 16/8 എത്രയായി? 2 എന്ന് കിട്ടും. അപ്പോൾ OAയുടെ നീളം എത്രയാ? 2. അപ്പോൾ OA കിട്ടിയ എത്രയാ? 2. ഇനി എയുടെ സൂചകസംഖ്യ കാണണം മക്കളെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളമാണ് 2. ഓക്കെ, അത് ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ കോർഡിനേറ്റ് എഴുതുമ്പോൾ അത് -2 എന്നാവും. ഓക്കെ, ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 2 യൂണിറ്റ് പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അല്ലേ. അപ്പം -2 വൈ പിന്നെ എന്താണ്? 0 ആണ്, അത് എക്സ് ആക്സിസിലുള്ള പോയിന്റ് അല്ലേ. അപ്പം -2 0 എന്ന് കിട്ടും. അടുത്ത്, ഇൻ ദ ഫിഗർ സൈഡ് ഓഫ് ദ റെക്ടാങ്കിൾ ആർ പാരലൽ ടു ദ ആക്സിസ്. റെക്ടാങ്കിളിൻ്റെ സൈഡുകൾ ആക്സിസിന് പാരലൽ ആണ്. ദ കോർഡിനേറ്റ് ഓഫ് 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് വേർട്ടേഴ്സ്. ഒരു ഓപ്പോസിറ്റ് വേർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ 2 വേർട്ടേഴ്സ്. മറ്റ് 2 മൂലകളുടെ സൂചകസംഖ്യകൾ. അപ്പോൾ ഞാനിത് എഴുതാൻ പോകണം കേട്ടോ. എക്സ് നേരെ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നോക്കുക. വെർട്ടിക്കലായിട്ടുള്ള ലൈനുകളുടെ എക്സ് സെയിം ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ എക്സ് 5, വൈ ഇതായി ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് അത് എത്രയാ? 3. അപ്പോൾ 5 3. ഡി ആണെന്നുണ്ടെങ്കിലോ എക്സ് നേരെ താഴോട്ട് എത്രയാ? 2. വൈ എത്രയാ? 7. അപ്പോൾ 5 3 2 7 എന്ന് കിട്ടും. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AC. ACയുടെ നീളം കാണണം. ഇതാണ് AC. ഇതിൻ്റെ നീളം കാണണം. √x1 - x2 സ്ക്വയർ പ്ലസ് y1 - y2 സ്ക്വയർ. ഞാനിവിടെ കൊടുത്തു 5 - 2 7 - 3
5 മൈനസ് 2 x1 മൈനസ് x2 ദെൻ 7 മൈനസ് 3 5 2 പോയാൽ എത്രയാ 3 ആണ് 7 3 പോയാൽ 4 ആണ് 3ന്റെ സ്ക്വയർ 9 ആണ് 4ന്റെ സ്ക്വയർ 16 ആണ് അപ്പോൾ 9ക്ക് 16 കൂട്ടിയാൽ എത്രയാ 25 25ന്റെ റൂട്ട് എത്രയാ 5 അപ്പോൾ AC എത്രയാ 5 ഓക്കെ ഇനി 6 4 6 4 is a point on a circle drawn with a center 30 സെൻറ്റർ 30 ആണ് സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 6 4 ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ അപ്പോൾ നോക്കിയാൽ സെൻറ്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള അകലല്ലേ റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്റർ 30 ആണ് സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 6 4 അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി അപ്പോൾ 6 മൈനസ് 3 4 മൈനസ് 0 x1 മൈനസ് x2 y1 മൈനസ് y2 6 3 പോയാൽ 3 സ്ക്വയർ 4 0 പോയാൽ 4 3ന്റെ സ്ക്വയർ 9 4ന്റെ സ്ക്വയർ 16 16ക്ക് 9 കൂട്ടിയാൽ 25 ആണ് 25ന്റെ റൂട്ട് 5 ആണ് ഓക്കെ അപ്പോൾ റേഡിയസ് കിട്ടിയ എത്രയാ 5 ഇനി റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ സർക്കിൾ കട്ട് ദ എക്സ് ആക്സിസ് സർക്കിൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ആ സർക്കിൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കേട്ടോ സെൻറ്റർ 30 ആണ് 80 സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് ഓക്കെ 80 ഞാൻ എങ്ങനെ എഴുതാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റർ 30 എവിടെ ഇത് സെൻറ്റർ 30 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സെൻറ്റർ 30 ആകുമ്പോൾ ദാ എക്സ് ആക്സിസ് ആണ് അതിൻ്റെ ഡയമീറ്റർ വരിക അപ്പോൾ എക്സ് ആക്സിസ് കൂടെ ഒരു ഡയമീറ്റർ ഉണ്ടാവും എക്സ് ആക്സിൻ്റെ ഡയമീറ്റർ വരണമെന്നില്ല 30 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണ് അപ്പോൾ എക്സ് ആക്സിസിനെ നമുക്കൊരു ഡയമീറ്റർ ആക്കിയിട്ട് എടുത്തുകൂടെ എടുക്കാം ഓക്കെ അപ്പം ഞാൻ അതിനൊരു എന്താ പറയുക ഒരു ഡയമീറ്റർ ആയിട്ട് എടുത്തു ഒരു വ്യാസമാക്കിയിട്ട് എടുത്തു ഇനി നോക്കിയാൽ ഇവിടുന്ന് റേഡിയസ് നമുക്ക് കിട്ടിയതാണ് 5 അപ്പോൾ 30 നിന്നും റേഡിയസിലോട്ട് ഈ റേഡിയസ് ഞാൻ എടുത്തു എത്രയാ ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ ആണ് പോകേണ്ടത് റേഡിയസ് അല്ലേ അപ്പോൾ 3ന്ന് 5 പോയാൽ എത്രയാണ് 8 3ക്ക് 5 കൂട്ടിയാൽ എത്ര 8 ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്ക് 5 പോരുകയാണ് ഓക്കെ 3 പോന്നപ്പോൾ അത് 0 ആയി ഇനി ബാക്കി എത്രയും കൂടിയാ 2 കൂടി അപ്പം -2 മനസ്സിലായോ റേഡിയസ് 5 ആണെന്ന് കിട്ടി സെൻറ്റർ 30 ആണ് സെൻറ്റർ എത്രയാണ് 30 ആണ് അപ്പോൾ സെൻറ്ററിൽ നിന്നും ഒരു 5 യൂണിറ്റ് മുമ്പിലോട്ടും 5 യൂണിറ്റ് ബാക്കിലോട്ടും 30 എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണ് എക്സ് ആക്സിലുള്ള ഒരു പോയിന്റ് ആകുമ്പോൾ എക്സ് ആക്സിസിനെ നമുക്ക് ഒരു ഡയമീറ്റർ ആയിട്ട് എടുക്കാം അവിടുന്ന് 5 യൂണിറ്റ് മുമ്പോട്ട് പോയപ്പോൾ അത് 80 ആയി 5 യൂണിറ്റ് ബാക്കോട്ട് പോകുന്നപ്പോൾ 3 എണ്ണം പോകുന്നപ്പോൾ ഒറിജിനലോട്ട് എത്തി പിന്നെ അവിടുന്ന് 2 എണ്ണം കൂടി അപ്പോൾ -20 ആയി ഇൻ ദ ഫിഗർ OAP ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് OAP എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് OA 6 യൂണിറ്റ് ഓക്കെ OAP ഒരു സമഭുജ ത്രികോണാണ് OA 6 ആണ് അപ്പോൾ എല്ലാ സൈഡും 6 ആവും കേട്ടോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ P ടു ദ എക്സ് ആക്സിസ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു അപ്പോൾ ഇത് 3 3 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ 60 വരും അപ്പോൾ മുകളിൽ 30 വരും 30ന് ഓപ്പോസിറ്റ് 1ന്റെ സ്ഥാനത്ത് 3 ആണെന്നുണ്ടെങ്കിൽ 60ന്റെ സ്ഥാനത്ത് √3 ആണ് അപ്പോൾ √3യുടെ സ്ഥാനത്ത് എത്രയായിരിക്കും 3√3 ആയിരിക്കും ഓക്കെ എയുടെ അതായത് കോർഡിനേറ്റ് ഓഫ് എയുടെ സൂചകസംഖ്യ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 6 ആണ് അപ്പോൾ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 6 ആണ് അപ്പോൾ 60 എന്ന് വരും ഓക്കെ ഇനി അടുത്തതാണ് എന്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് എ അല്ല കേട്ടോ ബി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പി അതിനാണ് നമ്മളിങ്ങനെ വീണ്ടും ഞാൻ ആ ചിത്രം ഒന്നും കൂടി കറക്റ്റായിട്ട് വരച്ച് കാണിച്ചാൽ അതാ ഇങ്ങനെ വരും 3 3 30 60 ആണ് 30 60 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 ആണ് അപ്പോൾ 1ന്റെ സ്ഥാനത്ത് 3 ആണ് 30ന്റെ ഓപ്പോസിറ്റ് ആണല്ലോ 1ന്റെ സ്ഥാനത്ത് 3 ആണ് അപ്പോൾ √3യുടെ സ്ഥാനത്ത് 3√3 വരും അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓക്കെ അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടിയ എത്രയാ 3√3 ആണ് അടുത്തത് പിയുടെ കോർഡിനേറ്റ് എഴുതാനാണ് സി അപ്പോൾ ഈ നീളം ഇവിടെ എക്സ് ഇത് 3 ആണല്ലോ അപ്പോൾ ഇവിടുത്തെ എക്സ് 3 വൈ എന്ന് പറയുന്നത് ഈ നീളമാണ് അത് 3√3 അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താണ് 3√3 ആണ് ഓക്കെ എന്താണ് 3√3 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ് വരിക അടുത്ത് ഡ്രോ XY ആക്സിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് XY ആക്സിസ് വരക്കണം എന്നിട്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം കേട്ടോ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ
ഓക്കെ, ഞാൻ ആ പോയിന്റുകൾ അടയാളപ്പെടുത്തി, ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് A -1 2 അപ്പോൾ എക്സിൽ -1 വൈയിൽ 2 ഇവിടെ വരും. പിന്നെ B3 2, എക്സിൽ 3 വൈയിൽ 2 ദെൻ C1 5, എക്സിൽ 1 വൈയിൽ 5 ഉണ്ടോ. ഇനി ഈ 3 ട്രയാങ്കിൾ ജോയിനിങ് ദിസ് പോയിന്റ്, ഈ പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ വരച്ചു. അടുത്തത് എ ബിക്ക് സമാന്തരമായിട്ട് സി എന്ന ബിന്ദുവിലൂടെ കടക്കുന്ന വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചകസംഖ്യ. അപ്പോൾ ഇതാ ഈ സി എന്ന് പറയുന്ന പോയിന്റിലൂടെ ഇതിൽ ഇങ്ങനെ ഒരു ലൈന് പോകണം. ആ ലൈനിലുള്ള ഒരു പോയിന്റാണ് ചോദിച്ചിട്ടുള്ളത്. ആ ലൈനിലുള്ള ഒരു പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്തൂടെ, ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇത് 0 5. ഈ ലൈനിലുള്ള y കോർഡിനേറ്റ് ഒക്കെ സെയിം ആയിരിക്കും. 0 5 എടുക്കാം, 1 5 എടുക്കാം, 2 5 എടുക്കാം, 3 5, 4 5, 5 5, 6 5, ഇല്ലെങ്കിൽ -1 5, ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാനിവിടെ 0 5 എഴുതി. ഓക്കെ, ഏത് വേണമെന്നുണ്ടെങ്കിലും എടുത്തൂടെ. ഈ ലൈനിലുള്ള y കോർഡിനേറ്റ് ഒക്കെ സെയിം ആയിരിക്കും, എക്സ് മാത്രമേ മാറുള്ളൂ. x 1 2 3 എന്ന് പറഞ്ഞാൽ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് 2022 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കുക, നന്നായിട്ട് എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ സൂൺ. ബൈ.